പിണറായി മന്ത്രിസഭയിലെ 10 മന്ത്രിമാർ പരാജയപ്പെടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചാൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അത് ഒരു റെക്കോർഡായിരിക്കും. 2006 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ 9 മന്ത്രിമാർ പരാജയപ്പെട്ടതാണ് ഇതിനു മുൻപുള്ള ഏറ്റവും വലിയ മന്ത്രിമാരുടെ തോൽവിയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ശക്തമായ മത്സരമാണ് നേരിടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. LDFന് അധികാരം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് പോലും ആകേണ്ട P രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ ലീഗിൻ്റെ യുവ നേതാവിനോട് വിയർക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തൃത്താലയിൽ ബൽറാമിനൊപ്പമെത്താൻ പാടുപെടുകയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. പൊതുവെ ഈസിയായി വിജയിക്കാമെന്ന് കരുതിയിരുന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പത്തനാപുരത്തും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആറന്മുളയിലും ശക്തമായ മത്സരമാണ് നേരിടുന്നത്. മറ്റു മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരും OR കേളുവും മാനന്തവാടിയിലും മണ്ഡലം മാറി തിരൂരിൽ മത്സരിക്കുന്ന അബ്ദുൾ റഹ്മാനും ശക്തമായ മത്സരമാണ് നേരിടുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവും സംശയത്തിൻ്റെ നിഴലിലാണ്.